സമയം രാത്രി 11 മണി. ഉമ്മറത്തെ സംസാരം പെട്ടെന്ന് നിലച്ചു. അന്തരീക്ഷത്തിൽ അസ്വാഭാവികമായ ഒരു നിശബ്ദത പടർന്നു. പെട്ടെന്ന് അവർക്ക് തൊട്ടുമുകളിൽ വീടിന്റെ മേൽക്കൂരയിൽ വലിയൊരു ഭാരം വന്നു വീണ ശബ്ദം മുഴങ്ങി. ധും! പഴയ ഓടുകൾ തകർന്ന് മുറ്റത്തെ സിമന്റ് തറയിൽ വീണു ചിതറി. വർക്കി നിലവിളിച്ചുകൊണ്ട് കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. വർക്കി വിറച്ചുകൊണ്ട് ചോദിച്ചു. അയ്യോ, എന്റെ കർത്താവേ, അവൾ വന്നു, മുകളിലുണ്ടവൾ, സാറേ, രക്ഷിക്കണേ. സിദ്ധാർത്ഥ് രണ്ടാമതൊന്ന് ആലോചിച്ചില്ല. അവൻ തന്റെ വലിയ LED ടോർച്ച് ഓൺ ചെയ്ത് മുറ്റത്തേക്ക് കുതിച്ചു. മായേ, ക്യാമറയുടെ റെക്കോർഡിംഗ് നോക്ക്. വർക്കിയേറ്റ അകത്ത് കേറി വാതിലടച്ചിരുന്നോ? മായ തന്റെ കയ്യിലുണ്ടായിരുന്ന പെപ്പർ സ്പ്രേ കയ്യിൽ മുറുകെ പിടിച്ചു സിദ്ധാർത്ഥിന് പിന്നാലെ ഓടി. സിദ്ധാർത്ഥിന്റെ ടോർച്ച് വെളിച്ചം മേൽക്കൂരയിലൂടെ തപ്പി നടന്നു. അപ്പോഴാണ് മുറ്റത്തെ പ്ലാവിലുകൾ വകഞ്ഞുമാറ്റി എന്തോ ഒന്ന് താഴേക്ക് ചാടിയത്. ഒരു നിമിഷം അവർ സ്തംഭിച്ചുപോയി. മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന മഞ്ഞ നാനോ കാറിന് മുകളിൽ ആ രൂപം നിൽക്കുന്നു. കാറിന്റെ മേൽക്കൂര ആ രൂപത്തിന്റെ ഭാരത്താൽ അല്പം താഴ്ന്നു പോയിട്ടുണ്ട്. കരിനിഴൽ പോലെ കറുത്ത വസ്ത്രം. മുഖത്ത് വിചിത്രമായ പല്ലുകൾ ഉന്തിനിൽക്കുന്ന ഒരു തടി മാസ്ക്. ഏറ്റവും ഭയാനകമായത് അതിന്റെ കൈകളായിരുന്നു. ഓരോ വിരലിലും ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച വളഞ്ഞു മൂർച്ചയുള്ള നീളൻ നഖങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്നു. ടോർച്ച് വെളിച്ചത്തിൽ ആ നഖങ്ങൾ ഭീകരമായി തിളങ്ങി. സിദ്ധാർത്ഥ് ടോർച്ച് ആ രൂപത്തിന്റെ മുഖത്തേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് അലറി. ഏയ്, നിർത്തടാ അവിടെ! ആരാടാ നീ? എന്തിനാടാ ഈ വേഷം കെട്ടി ആളുകളെ പേടിപ്പിക്കുന്നത്? ആ രൂപം ഒരു മറുപടിയും നൽകിയില്ല. പകരം കാറിനു മുകളിൽ നിന്ന് സിദ്ധാർത്ഥിന് നേരെ ഒരു ചീറ്റലോടെ അത് താഴേക്ക് ചാടി. ആ ഇരുമ്പ് നഖങ്ങൾ സിദ്ധാർത്ഥിന്റെ നെഞ്ചിന് നേരെ ആഞ്ഞു വീശി. സിദ്ധു, മാറ്! സിദ്ധാർത്ഥ സമയോചിതമായി വശത്തേക്ക് ഒഴിഞ്ഞു മാറിയതിനാൽ ആ നഖങ്ങൾ അവന്റെ തോളിൽ ഉരസി കടന്നുപോയി. സിദ്ധാർത്ഥ് അടി തെറ്റി വീണു. ആ രൂപം അടുത്ത നീക്കത്തിനായി മായയ്ക്ക് നേരെ തിരിഞ്ഞു. നിന്റെ കളി ഇങ്ങോട്ട് വേണ്ടടാ. മായ തന്റെ പെപ്പർ സ്പ്രേ ആ രൂപത്തിന്റെ മുഖത്തിന് നേരെ ആഞ്ഞു ചീറ്റിച്ചു. പക്ഷേ ഒരു മൃഗത്തിന്റെ മെയ്വഴക്കത്തോടെ ആ രൂപം വായുവിൽ വട്ടം തിരിഞ്ഞ് വശത്തേക്ക് മാറി. മായ അടിച്ചത് മുഴുവൻ മൂടൽമഞ്ഞിലേക്കാണ് പോയത്. ആ രൂപം സിദ്ധാർത്ഥിനെ ഒന്ന് നോക്കി വിചിത്രമായ ഒരു ശബ്ദം പുറപ്പെടുവിച്ചു. എന്നിട്ട് ഒരൊറ്റ കുതിപ്പിന് ഏലത്തോട്ടത്തിലെ ഇരുട്ടിലേക്ക് ഓടി മറഞ്ഞു. സിദ്ധാർത്ഥ് നിലത്തുനിന്ന് വേഗത്തിൽ എഴുന്നേറ്റ് തന്റെ ജാക്കറ്റിലെ പോറൽ നോക്കി പറഞ്ഞു. അവൻ വിചാരിച്ചത്ര നിസ്സാരക്കാരനല്ല മായേ. വണ്ടിയിൽ കയർ. അവനെ ഇന്ന് പിടിച്ചിട്ടേ ബാക്കിയുള്ളൂ. സൂക്ഷിക്കണം സിദ്ധു, അത് മനുഷ്യനാണെങ്കിലും അസാധാരണമായ സ്പീഡുണ്ട് അവന്. സിദ്ധാർത്ഥ് നാനോയുടെ ഡോർ വലിച്ചു തുറന്നു. എഞ്ചിൻ ഇരമ്പിക്കൊണ്ട് സ്റ്റാർട്ട് ആയി. ടയറുകൾ ചരലിൽ ഉരഞ്ഞുകൊണ്ട് കാർ മുന്നോട്ട് കുതിച്ചു. സമയം രാത്രി 11. കാടിന്റെ വന്യതയിലേക്ക് ആ കറുത്ത രൂപം മറഞ്ഞതും സിദ്ധാർത്ഥും മായയും നാനോയിലേക്ക് പാഞ്ഞു കയറി. മായ തന്റെ ജാക്കറ്റിൽ ഘടിപ്പിച്ചിരുന്ന ഗോപ്രോ ബോഡി ക്യാമറയുടെ സ്വിച്ച് ഓൺ ചെയ്തു. ചുവന്ന ലൈറ്റ് മിന്നാൻ തുടങ്ങി. സിദ്ധു, റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തു. ദൃശ്യങ്ങൾ കൃത്യമായി കിട്ടുന്നുണ്ട്. നീ വണ്ടി വിട്ടോ? എഞ്ചിൻ മുരണ്ടു. ടയറുകൾ ചരൽ തെറിപ്പിച്ചുകൊണ്ട് ഓഫ് റോഡിലേക്ക് കുതിച്ചു. ഇരുവശത്തുനിന്നും ഏലച്ചെടികൾ കാറിന്റെ ബോഡിയിൽ തട്ടുന്ന ശബ്ദം. സിദ്ധു, പതുക്കെ, ഇവിടെ റോഡില്ല, വെറും കുഴികളാണ്. വണ്ടി മറിയും. എല്ലാം ക്യാമറയിൽ ഷേക്കിംഗ് ആണ്. നമുക്ക് അവനെ വിടാൻ പറ്റില്ല മായേ. ലക്ഷ്മി, കുറച്ചുകൂടി പ്ലീസ്. നാനോയുടെ ടയറുകൾ ചളിയിൽ പുതഞ്ഞു കറങ്ങി. ചീറ്റുന്ന പുക എഞ്ചിനിൽ നിന്ന് ഉയർന്നു. വണ്ടി ഓഫ് ആകാൻ തുടങ്ങിയതും സിദ്ധാർത്ഥ് ആക്സിലേറ്ററിൽ ആഞ്ഞു ചവിട്ടി. വിട്ടുകൊടുക്കരുത്. ദാ, അവൻ ആ മരക്കൂട്ടങ്ങൾക്കിടയിലൂടെ പോകുന്നു. മായേ, ആ വശം കൂടി കവർ ചെയ്. മായ തന്റെ ശരീരം ജനാലയ്ക്ക് അടുത്തേക്ക് ചായച്ച് ഗോപ്രോ ആ ദിശയിലേക്ക് തിരിച്ചു.
പെട്ടെന്ന് ഒരു വലിയ കുലുക്കം. നാനോ ഒരു വലിയ പാറയിൽ ഇടിച്ചുനിന്നു. ഹെഡ്ലൈറ്റുകൾ ഒന്ന് മിന്നി അണഞ്ഞു. സിദ്ധു, നീ ഓക്കെയാണോ? വണ്ടി തട്ടി നിന്നു. എന്റെ ഗോപ്രോ ലെൻസിൽ ചളി തെറിച്ചു. സാരമില്ല. അവൻ അവിടെ എവിടെയോ ഉണ്ട്. ഇറങ്ങ്. അവർ കാറിൽ നിന്ന് പുറത്തിറങ്ങി. മുന്നിൽ കാടിനു നടുവിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു പഴയ തടി ഗോഡൌൺ. തകർന്ന ജനാലകളിലൂടെ നേർത്ത ഒരു മഞ്ഞ വെളിച്ചം പുറത്തേക്ക് വരുന്നുണ്ട്. മായ തന്റെ ജാക്കറ്റിലെ ക്യാമറ ലെൻസ് തുടച്ചു വൃത്തിയാക്കി. സിദ്ധാർത്ഥും മായയും പതുങ്ങി പതുങ്ങി ഉള്ളിലേക്ക് കടന്നു. ഉള്ളിൽ കണ്ട കാഴ്ച അവരെ അത്ഭുതപ്പെടുത്തി. ഒരു പഴയ മേശപ്പുറത്ത് ഹൈഡെഫിനിഷൻ സ്പീക്കറുകളും ആംപ്ലിഫയറുകളും റെക്കോർഡിംഗ് മെഷീനുകളും വച്ചിരിക്കുന്നു. ചുവരിൽ നേരത്തെ കണ്ട ആ കറുത്ത വസ്ത്രം തൂങ്ങിക്കിടക്കുന്നു. കസേരയിൽ ഇരുന്നുകൊണ്ട് ഒരു യുവാവ് തന്റെ കൈയിലെ ഇരുമ്പ് നഖങ്ങൾ അഴിച്ചു മാറ്റുകയായിരുന്നു. കൈപ്പൊക്ക്. അനങ്ങരുത്. സിദ്ധാർത്ഥ് പാഞ്ഞു ചെന്ന് ആ യുവാവിന്റെ തോളിൽ പിടിച്ചു തിരിച്ചു. ടോർച്ച് വെളിച്ചം അവന്റെ മുഖത്തേക്ക് അടിച്ചു. മായ തൊട്ടടുത്ത് നിന്ന് ഗോപ്രോ അവൻ നേരെ തിരിച്ചു പിടിച്ചു. മോനെ, നിന്റെ ഈ മുഖവും നിന്റെ ഈ വേഷവും ഇപ്പോൾ ലൈവായി റെക്കോർഡാകുന്നുണ്ട്. ഇനി ഒന്നും ഒളിക്കാൻ നോക്കണ്ട. അപ്പോൾ നീയായിരുന്നല്ലേ ഈ മടക്കി? എന്തിനാടാ ഈ നാടകം കളിക്കുന്നത്? പറ. സാറേ, എന്നെ ഉപദ്രവിക്കരുത്. ആ ക്യാമറ ഒന്ന് മാറ്റിക്കേ. ഞാൻ മത്തായി മുതലാളി പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത്. വർക്കിയേട്ടനെ ഈ പറമ്പിൽ നിന്ന് പേടിപ്പിച്ചു ഓടിക്കാൻ വേണ്ടി മുതലാളി എനിക്ക് പൈസ തന്നു. മത്തായി മുതലാളി പറഞ്ഞിട്ടാണെന്ന് വ്യക്തമായി തന്നെ പറ. എല്ലാം ഇതിൽ വീഴുന്നുണ്ട്. അതെ സാറേ, പുള്ളി തന്നെയാ എല്ലാം സെറ്റ് ചെയ്തു തന്നത്. രാത്രി ഇവിടെ വന്നിരുന്നു. ആ സ്വിച്ച് ഇട്ടാൽ മതി. കാടിന്റെ പല ഭാഗത്തും സ്പീക്കർ വെച്ചിട്ടുണ്ട്. ആരെങ്കിലും വന്നാൽ ഈ ഡ്രസ്സ് ഇട്ടു പേടിപ്പിക്കാനും പറഞ്ഞു. പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാ സാറേ ഞാൻ ഇതിന് സമ്മതിച്ചത്. നിന്റെ ഒരു പൈസയുടെ ബുദ്ധിമുട്ട് കാരണം ആ മനുഷ്യൻ എത്ര രാത്രികളാ ഉറങ്ങാതെ ഇരുന്നത് എന്ന് അറിയാമോ? നടക്ക്. ബാക്കി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയാം. സിദ്ധാർത്ഥ് ആ യുവാവിനെ പിടിച്ചു പുറത്തേക്ക് നടന്നു. മായ ഗോഡൌണിന്റെ മൂലകളിലേക്ക് ഗോപ്രോ തിരിച്ചപ്പോൾ അവിടെയുള്ള ഒരു പഴയ പെട്ടിക്ക് മുകളിൽ വിചിത്രമായ ചില പൂക്കളും മഞ്ഞൾപ്പൊടിയും ഇരിക്കുന്നത് ക്യാമറയിൽ പതിഞ്ഞു. പക്ഷേ തിരക്കിനിടയിൽ അവൾ അത് ശ്രദ്ധിച്ചില്ല. യുവാവിനെ കീഴ്പ്പെടുത്തിയ ആവേശത്തിൽ സിദ്ധാർത്ഥ് തന്റെ ജീൻസിന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ പുറത്തെടുത്തു. ഗോഡൌണിന്റെ മൂലയിൽ മായ തന്റെ ബോഡി ക്യാമറയുമായി ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരുന്നു. ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം? മത്തായി മുതലാളിയും ഈ മിടുക്കനും കൂടി അകത്തു കിടന്ന് മടക്കി ദേവതയെപ്പറ്റി പുസ്തകം എഴുതട്ടെ. ഞാൻ പോലീസിനെ വിളിക്കാം. സിദ്ധാർത്ഥ് നമ്പർ ഡയൽ ചെയ്യാൻ തുടങ്ങിയതും ഗോഡൌണിന്റെ അങ്ങേ മൂലയിൽ നിന്ന് എന്തോ ഒന്ന് ഉരസുന്ന ശബ്ദം കേട്ടു. മായ പെട്ടെന്ന് തന്റെ കൈയിലെ കരുത്തുറ്റ ടോർച്ച് ആ ഇരുട്ടിലേക്ക് തിരിച്ചു. സിദ്ധു, ഒന്ന് നിൽക്ക്. അവിടെ എന്തോ ഒരു മാറ്റം. ആ ഭിത്തിയുടെ അരികിലേക്ക് നോക്കിയേ. ടോർച്ച് വെളിച്ചം ചെന്നു വീണത് ഗോഡൌണിന്റെ തറയിലെ ഒരു വലിയ കുഴിയിലാണ്. പുതുതായി തോണ്ടിയ മണ്ണ് വശങ്ങളിൽ കൂട്ടിയിട്ടിരിക്കുന്നു. ആ കുഴിയിലേക്ക് വെളിച്ചം നീങ്ങിയതും മായയുടെ ശ്വാസം നിലച്ചു. എന്റെ ദൈവമേ, സിദ്ധു, അത് നോക്ക്. ആ കുഴിക്കുള്ളിൽ നിന്ന്. സിദ്ധാർത്ഥ് ഫോൺ മാറ്റിവെച്ച് അങ്ങോട്ട് നോക്കി. മായയുടെ ബോഡി ക്യാമറ ആ ദിശയിലേക്ക് തിരിഞ്ഞു. കുഴിക്കുള്ളിൽ നിന്ന് ഒരു കൈ പുറത്തേക്ക് നീണ്ടുവരുന്നു. ഇതെന്താ? മത്തായി മുതലാളി ഇതിന്റെ ഉള്ളിൽ വേറെ ആളെയും നിർത്തിയിട്ടുണ്ടോ? എടാ, നിന്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ അവിടെ? സിദ്ധാർത്ഥ് ആ യുവാവിന്റെ കോളറിൽ പിടിച്ചു കുലുക്കി. അവൻ കുഴിയിലേക്ക് നോക്കി അലറിവിളിക്കാൻ തുടങ്ങി. അയ്യോ, ഇല്ല സാറേ, ഞാനല്ലാതെ ഇവിടെ ആരുമില്ല. സത്യമായിട്ടും ആരുമില്ല. അതല്ല ഞാൻ ഇട്ട വേഷം. ടോർച്ച് വെളിച്ചത്തിൽ ആ കൈ കൂടുതൽ വ്യക്തമായി. യുവാവ് ധരിച്ചിരുന്ന ഇരുമ്പ് നഖങ്ങളല്ല അതിൽ ഉണ്ടായിരുന്നത്. അങ്ങേയറ്റം മെലിഞ്ഞ ചാരനിറമുള്ള തൊലി അടർന്നു വീണ ഒരു കൈ. അതിന്റെ വിരലുകളുടെ അറ്റത്ത് വളഞ്ഞു മൂർച്ചയുള്ള യഥാർത്ഥ നഖങ്ങൾ.
വിരലുകൾ പതുക്കെ മണ്ണിൽ ആഴ്ന്നു ഗോഡൌണിന്റെ തറയിലേക്ക് പിടിച്ചു കയറാൻ ശ്രമിക്കുന്നു. സിദ്ധു, അത് വെറുമൊരു വേഷമല്ല. നോക്ക്, ആ നഖങ്ങളിൽ മണ്ണ് പറ്റിയിട്ടുണ്ട്. അത് ചലിക്കുന്നുണ്ട്. ഇതാരും റെക്കോർഡ് ചെയ്തതല്ല സിദ്ധു. സിദ്ധാർത്ഥ് അവിശ്വസനീയതയോടെ പറയുന്നു. മായേ, നീ വല്ലാതെ പേടിക്കാതെ. ഇതൊരുപക്ഷേ മറ്റേതെങ്കിലും ക്രിമിനൽ സംഘം ഒളിച്ചിരിക്കുന്നതാകാം. എടാ, ആരാടാ അവിടെ? പുറത്തിറങ്ങി വാ. സിദ്ധാർത്ഥ് ധൈര്യം സംഭരിച്ചു ആ കുഴിക്ക് അടുത്തേക്ക് ഉരുടിവെച്ചു. പെട്ടെന്ന് ആ കൈ ഗോഡൌണിന്റെ മരത്തറയിൽ ആഞ്ഞുമാന്തി. മരപ്പലകകൾ ഒടിയുന്ന ശബ്ദം കേട്ടു. കുഴിക്കുള്ളിൽ നിന്ന് ഒരു വന്യമൃഗത്തിന്റേതുപോലുള്ള ശ്വാസമെടുപ്പ് പുറത്തേക്ക് വന്നു. സിദ്ധു, അടുക്കരുത്. ഗോപ്രോയിൽ ആ കൈ നോക്ക്. അതിന്റെ വിരലുകൾക്ക് മനുഷ്യന്റേതിനേക്കാൾ നീളമുണ്ട്. ഇത് മറ്റെന്തോ ആണ്. യുവാവ് നിലവിളിച്ചുകൊണ്ട് പറയുന്നു. അമ്മേ, എന്നെ വിടൂ, ഞാൻ പോണു. യുവാവ് സിദ്ധാർത്ഥിന്റെ കൈ വെട്ടിച്ച് വാതിലിന് നേരെ ഓടി. എന്നാൽ കുഴിക്കുള്ളിലെ ആ കൈ പെട്ടെന്ന് പുറത്തേക്ക് വരികയും ഗോഡൌണിലെ മണ്ണിൽ ആഞ്ഞുപതിക്കുകയും ചെയ്തു. കുഴിക്കുള്ളിൽ നിന്ന് 2 തിളങ്ങുന്ന കണ്ണുകൾ പുറത്തേക്ക് തെളിഞ്ഞു വന്നു. കൃത്യം ആ നിമിഷം ഗോഡൌണിലെ ആ മഞ്ഞ വെളിച്ചം ഒരു വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു. ഗോഡൌൺ പൂർണ്ണമായും ഇരുട്ടിലായി.